ഹലോ വെൽക്കം ടു ചിത്ത വീ ഡിലൈറ്റ്സ്. നമ്മൾ അൽഷാബ സെന്ററിലാണ് ഇന്നത്തെ ഒരു ഫ്രൈഡേ ഷോപ്പിംഗ്. അങ്ങനെ ഞാനും ഏട്ടനും അമ്മയും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതാണ് ഒരു ഷോപ്പ്. അങ്ങനെ ഞാനൊരു ട്രോളിയൊക്കെ എടുത്ത് അകത്തേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മയും വന്നിട്ടുണ്ട്. ഏട്ടനുള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ആ ഒരു കടയുടെ ഏകദേശം ഒരു രൂപം. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ ഭയങ്കര വലിയൊരു ഷോപ്പാണ് കേട്ടോ. നിറയെ പാത്രങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും എൻ്റെ കണ്ണ് ഇപ്പൊ എന്തോ പാത്രത്തിലേക്കാണ് പോകുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ്. നല്ല തള്ള വൈബായോ എന്തോ. അത്യാവശ്യം ഓഫേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പാത്രത്തിലേക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5.75 റിയാലിനൊക്കെ ഓഫേഴ്സ് കണ്ടില്ലേ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാനും കുറേയൊക്കെ എടുത്തും പെറുക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് വന്ന് പാത്രങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് ഗ്ലാസ് ഐറ്റംസ് അതിനോടൊക്കെ ഭയങ്കര ഒരു എന്തോ ഭയങ്കര ആക്രാന്തം എന്ന് തന്നെ പറയാം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാം എടുത്തൊന്ന് പൊക്കി നോക്കണം. ഇത് വേണോ അത് വേണോ എന്ന് അമ്മയോട് ചോദിക്കണം. ഇത് ഇപ്പൊ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, ആ ഒരു ചെറിയ പാത്രം എടുത്തത്. അതുപോലെ തന്നെ ഇത് അതിനെല്ലാം ചെറുതാണ്, നല്ല രസമാണ് കാണാനൊക്കെ. പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതെന്താ സാധനം ഇത്? കറക്റ്റായിട്ട് മനസ്സിലാവുന്നുമില്ല. പക്ഷെ എന്തായാലും ഗ്ലാസ് ഐറ്റംസ് ആയത് ഞാൻ നോക്കി. പിന്നെ വന്നപ്പോ ഇതുപോലെ ഈ ഒരു ചെടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് 5 റിയാലാണ് ഒന്നിന് വരിക. ഇതും നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഒരു ബോട്ടിലാണ് ഈ ഒരു സ്റ്റെമ്മ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പൂജാമുറിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയിട്ട്, നാട്ടിലേക്കൊന്ന് അമ്മയ്ക്കും എടുത്തിട്ടുണ്ട്, പിന്നെ 2 നമുക്കും. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആശ്രയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലാരും വലിക്കാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്ന ടൈം നല്ലതായത് നമുക്ക് കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 2 റിയാല് 1 റിയാലിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. വാൾ ഹാങ്ങേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം നമ്മൾ പാത്രത്തിന്റെ സെക്ഷനിലൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചു പെറുക്കി ചെറിയ ചെറിയ ബൗൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പ്രിന്റഡ് പാത്രങ്ങളൊക്കെ കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് പ്രിന്റഡിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാത്രം ഇതും നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു ലൈറ്റ് ബ്ലൂവും നേവി ബ്ലൂ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പാത്രം. അതിന് ഇതുപോലെ ഹാൻഡിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അതേൽ 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറെ പട്ടിക്കുട്ടന്മാർ ഇതാ കറക്റ്റ് ഇങ്ങനെ റോബോട്ട് കണക്കെ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ 2 റിയാലാണ്. ഞാൻ കണ്ടില്ലേ ഈ ഒരു സാധനം, ഞാൻ അമ്മയോട് പറയായിരുന്നു ഞാൻ അന്യൻ സിനിമയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതിൽ റമോ വന്നിട്ട് നായികയോട് എന്നോട് എത്ര സ്നേഹമുണ്ട് എന്നൊക്കെ കാണിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇതിങ്ങനെ കൈയുടെ പ്രഷർ കൊണ്ട് അമർത്തുമ്പം ഈ ഒരു ലിക്വിഡ് മുകളിലേക്ക് കയറി പോകുന്നതാണ്. അതാണ് അതിന്റെ ടെക്നിക്ക് ആക്ച്വലി. അന്ന് ആ സിനിമയിൽ കണ്ടപ്പോൾ നമുക്കത് ഭയങ്കര അയ്യോ ഇതെന്താന്നുള്ളൊരു, അന്ന് ഞാൻ ഒരുപാട് ചെറുതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അന്ന് എനിക്കിത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താ അത് എന്നുള്ളത്. പിന്നെ ഞാൻ അമ്മയെ കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ട് അമ്മയോട് എനിക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം, മഞ്ഞൻ സിനിമ കണ്ടിട്ടില്ല, അപ്പൊ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറെ ഗ്ലാസ്, ഇത് ഓഫേഴ്സ് ആയിരുന്നു 2 റിയാലിന്. പക്ഷെ അത്ര അങ്ങോട്ട് ഭംഗി തോന്നിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. മാത്രമല്ല നമുക്ക് ഒരുപാട് ഗ്ലാസ്സസ് വീട്ടിലിരിപ്പുണ്ട്. നമ്മ പറയുകയും കൂടെ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ ഗ്ലാസ് വേണ്ടാന്ന് വെച്ചു. അതും കഴിഞ്ഞ് പിന്നെയും നമ്മൾ മുന്നോട്ട് നടന്നു. ഇതിപ്പോ നമ്മളൊരു ഹാങ്ങർ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് 1 റിയാലേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഓഫർ ആയിരുന്നു അത്. ഇതുപോലെ തന്നെ 3 ഹാങ്ങർ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അന്ന് ഇതിന് 5.75 ആയിരുന്നു. ഇതിനേക്കാൾ ഒരു അല്പം കൂടി ക്വാളിറ്റി കൂടുതലുണ്ട്. പക്ഷെ ഇതിന് ക്വാളിറ്റി കുറവൊന്നും ആയിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ടിഷ്യൂ റാക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് അവർ 1 റിയാലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കും 1-2 ഹാങ്ങേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിഷ്യൂ വെക്കുന്നത്, പിന്നെ അല്ലാതെ ഈ പെയിന്റിങ് ക്യാൻവാസ് അങ്ങനെ പോലുമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ എല്ലാം അരിച്ചിറക്കി അതിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതെനിക്ക് തോന്നുന്നു ഈ വലിയ തവികളൊക്കെ വെക്കാൻ പാകത്തിനുള്ള സാധനമാണെന്ന്. പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ ഉപയോഗം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ രണ്ടൊക്കെ പെറുക്കിയെടുത്ത്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ട്രേസ് ഒക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പം അത് വേണ്ടാന്ന് വെച്ചു. എനിക്ക് ബ്രൗൺ പേപ്പറും ഈ കുട്ടികളുടെ ബുക്സും ഒക്കെ കാണുമ്പോൾ എനിക്ക് പണ്ട് ഞാനിതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ പോകുന്ന ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ വലിയ വലിയ മോളുകളിലൊന്നും ഒന്നും പോയിട്ടില്ല. ചെറിയ ചെറിയ കടകളിലൊക്കെ പോയിട്ട്, ബുക്ക് സ്റ്റോളിലൊക്കെ പോയിട്ട് നിറയെ ബുക്കുകളൊക്കെ വാങ്ങിക്കുന്ന ഒരു ഓർമ്മയുണ്ടായിരുന്നു. ചെറിയൊരു കുഞ്ഞു കുട്ടിയിലേക്ക് മാറിപ്പോയതുപോലെ തോന്നി കുറേ സമയം. അങ്ങനെ ആ ഒരു ടൈം ആയിരുന്നെങ്കിൽ നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. ഓക്കെ, അന്ന് ചെറുതായിരുന്നപ്പോ അപ്പുറത്തിരിക്കുന്നവൻ എന്റെ പെൻസിൽ എടുത്തു, ഇപ്പുറത്തിരിക്കുന്നവൻ പേന എടുത്തു എന്നൊക്കെയുള്ള ടെൻഷൻസ് ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വളർന്നപ്പോഴാണ് ആ ഒരു ടൈം നല്ലതാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു മോൾഡാണ് കേട്ടോ. ഐസ്ക്രീം മോൾഡാണ്. ഇതിങ്ങനെ അമ്മ എടുത്തു വെച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്ന് ഇതിന്റെ അകത്തേക്ക് പാലോ അല്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ചടച്ചിരിക്കും. അങ്ങനെ അമ്മ ഒരെണ്ണം എന്നെ തുറന്ന് കാണിച്ചപ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് പൊക്കി കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചതിന് അമ്മ വീണ്ടും അത് ഒന്നുകൂടി എടുത്ത് എന്നെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെയാണ് എൻ്റെ മോൾഡ്. കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതിങ്ങനെ തുറന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ
അമ്മ ഇത് ഇപ്പൊ കാണിച്ചു തരും. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ശരിക്കും ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കോൽ ഐസ്ക്രീം ഒക്കെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചോക്കോബാറിന്റെ ഒക്കെ പോലെ അങ്ങനെയൊക്കെയാണ് അവർ ആ ഒരു മോൾഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ട്രൈസ് ആണെന്നൊന്നും നമുക്ക് വേണ്ടിയിരുന്നില്ല. ഈ ഒരു പാത്രങ്ങളൊക്കെ കടന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ കുറേ കളർ ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് കുറച്ച് കളർ ബുക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഞാനും പണ്ട് ഇതുപോലെ ഈ ഫ്രണ്ട് പേജ് ഒക്കെ നോക്കിയിട്ടായിരുന്നു ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഫ്രണ്ട് കവേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബുക്ക് എടുക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അറബിക് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സൗദീസ് ആയതുകൊണ്ടായിരിക്കും, ഇതിന്റെ ഒരു തിയറി എനിക്ക് മനസ്സിലായില്ല. ഇത് എങ്ങോട്ട് പിടിച്ച് എഴുതുന്നത്, ഇത് ഇങ്ങനെയാണ് തുറക്കുന്നത്, മനസ്സിലായില്ല. ഇവരെങ്ങനെയാണ് ഇത് എഴുതി വരിക? ഇടതു ഭാഗത്തു നിന്നാണല്ലോ ഇവർ എഴുതി തുടങ്ങുന്നത്. അപ്പൊ എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം, ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവായി. ഞാൻ കുറെ നേരം ആ ബുക്കും തിരിച്ചും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഇനി എങ്ങനെയാണോ എന്ത് എഴുതുന്നത്, പിന്നെ എങ്ങനെയും എഴുതട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഗ്ലാസ് സെക്ഷനാണ്. ഇതെല്ലാം എനിക്ക് കപ്പും ഗ്ലാസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അങ്ങനെ ഞാൻ അതൊക്കെ പെറുക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് ആവശ്യമുള്ള കപ്പും ഗ്ലാസ്സൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ പെയിന്റ് ബുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ബുക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെയാണോ, ഇതാണോ ഈ പേപ്പർ എന്നൊക്കെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അതല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ തിരിച്ചങ്ങ് വെച്ചു. അങ്ങനെ നമ്മൾ അറബിക് അക്ഷരമാലകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണ് എന്നൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, അമ്മ പണ്ട് മുത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് അറബിക്. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് വാക്കുകളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ അമ്മ ഇതെനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ബ ത ധ യ ഖ ഖ ദ യ റ സ സീൻ ഷീൻ സ ദ. അമ്മയുടെ അറബിക് പരിജ്ഞാനമൊക്കെ കണ്ട് കിളി പോയി. ഞാൻ പിന്നെ ചെറിയ ക്യാൻവാസ് വിത്ത് സ്റ്റാൻഡ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ നമ്മൾ ചെറിയ ചെറിയ മിനിയേച്ചർ പടങ്ങളൊക്കെ വരച്ചിട്ട് വെക്കുന്ന ക്യാൻവാസ് ആണ്. പിന്നെ അതിന്റെ വലുത്, അതിന്റെ വലുത് അങ്ങനെയുണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് കുറേ സമയം എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പാകത്തിനുള്ള കുറേ സാധനങ്ങളാണ്. ഇനി എന്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നോ ആവോ, അറിയില്ല. പിന്നെ നമ്മൾ കുറെ മാർക്കർ സെക്ഷൻസിൽ അമ്മ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് പടം വരയ്ക്കുന്നുണ്ട്. അപ്പൊ അമ്മ അതിന്റെ കോൺസെൻട്രേഷനിലാണ്. കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞാനും പിന്നെ അതും ഇതൊക്കെ തൊട്ടും തലോടിയൊക്കെ നിന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോ അവിടെ ഞാൻ ഇതുപോലെ അക്രിലിക് പെയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ കളർ ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ നിറയെ നിറച്ചിട്ട് ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് അക്രിലിക് പെയിന്റ് വേണോന്നൊക്കെ. പക്ഷെ നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ കുറെ എണ്ണം പെറുക്കി എടുത്തൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും പിന്നെ കുറെ മുന്നോട്ട് നടന്നു. ഇത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് കേട്ടോ. വലിയ രീതിയിൽ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ ഇഷ്ടംപോലെ സാധനം ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. നമുക്കൊരു ബില്യണറെ പോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ വൈറ്റ്നേഴ്സ്, മാർക്കേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവര് ബോട്ടിൽസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ കളർ. ഇതെന്താ സാധനം ഇത്? ഇതൊക്കെ കുറെ കളറിങ് സാധനങ്ങളും പിന്നെ കുറെ ബോട്ടിൽസും. ഇതില് ആ പച്ച ബോട്ടിൽ കൊള്ളാല്ലേ, അതൊന്നെടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് 2 ലിറ്ററിന്റെ ഒരു വലിയ ബോട്ടിൽ ഇപ്പോഴും നിറഞ്ഞ് തന്നെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ ഇതുപോലെ കുറേ സ്റ്റോൺസ് ഒക്കെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മിറർ, അതെ, കണ്ണാടിയും എൻ്റെ ഒരു വീക്ക്നെസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം, പക്ഷെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. പിന്നെ ഞാനത് തിരിച്ചതുപോലെ തന്നെ വെച്ചു. അതുപോലെ തന്നെ കാലുള്ള കണ്ണാടി, ഇതിനും 5 റിയാലാണ്. പക്ഷെ കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. നല്ല ക്ലാരിറ്റിയാണ്, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഫേസിലൊക്കെ ഉള്ള പോർട്സ് ഒക്കെ നല്ല വ്യക്തമായിട്ട് അതിൽ കൂടെ കാണാൻ പറ്റും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഓരോ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഇതൊരു ആശ്രയാണ്. ഇത് കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്. അത് ഇനിയൊരു ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ചെറിയ താമര വിരിഞ്ഞിരിക്കുന്ന പോലുള്ളൊരു സാധനം. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കടന്ന് ബാഗ്സ്, അത് കഴിഞ്ഞ് നേരെ ഒരു പൂക്കടയിൽ ചെന്ന ഒരു അനുഭൂതിയായിരുന്നു എനിക്ക്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള മുന്തിരിങ്ങയൊക്കെ എടുത്തു കിടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം. നോക്കി നോക്ക്. നമ്മൾ ഈ പണ്ടൊക്കെ ആളുകള് ഈ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുന്തിരി, അതുപോലെ തന്നെ ഈ പഴക്കൊലയൊക്കെ. ആ ഒരു നൊസ്റ്റു എനിക്കിത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ കയ്യിലെടുത്ത് പിടിച്ചപ്പോഴും ശരിക്കും മുന്തിരിക്കൊല പോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറേ പൂക്കൾ, ഇതൊക്കെ നമുക്ക് ടേബിളിന്റെ മുകളിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള പൂക്കളാണ്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര കൗതുകം തോന്നി. അപ്പൊ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കൂടെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് കണ്ടില്ലേ, ടുലിപ്സ് ആണ്. ഞാനിത് അമ്മയോട് പറയുകയും ചെയ്തു, ഇത് കൊള്ളാം, ഇത് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, കാണുമ്പോഴും നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ തൊട്ടും തലോടിയൊക്കെ നിന്നിട്ട് പതുക്കെ ഞാൻ എന്നെ അവിടെ വെച്ചിട്ട് തന്നെ പോകുന്നു. റോസാ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട്.
കാണുമ്പം നമുക്ക് തോന്നുന്നില്ലേ? ഭയങ്കര റിയലായിട്ടുള്ള പൂക്കൾ പോലെ തന്നെയുണ്ട് കേട്ടോ. പിന്നെ അടുത്തേക്ക് ചെന്ന് അത്ര സൂം ചെയ്യുമ്പഴാണ് ഇതങ്ങനെയല്ലാന്ന് മനസ്സിലാവുന്നത്. ഇതിപ്പം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ വേസിലൊക്കെ വെക്കാനും പാകത്തിന് കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പൂക്കള് ഓഫേഴ്സിലുണ്ടായിരുന്നു. ഓഫർ അല്ലാതെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് അതിലെല്ലാം തൊട്ട് നലോടിയൊക്കെ പതുക്കെ നടന്നു. ഈ ഒരു ചെടിക്ക് 44 റിയാലൊക്കെ ഉണ്ടല്ലോ. 44 റിയാൽ നമ്മുടെ നാട്ടിലൊരു 1000 അടുപ്പിച്ച് 800, 850, 900 ഒക്കെ അടുപ്പിച്ച് റേറ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ഭയങ്കര നഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അച്ഛൻ സൗദിയിലായിരുന്ന സമയത്ത് നമ്മൾ കുറേ കത്തുകളൊക്കെ എഴുതുമായിരുന്നു. അന്ന് ഞാൻ സെപ്പറേറ്റ്, അമ്മ സെപ്പറേറ്റ്, ചേട്ടൻ സെപ്പറേറ്റ് ഒക്കെ കത്ത് എഴുതുമായിരുന്നു. അപ്പോൾ ഇതൊരു നൊസ്റ്റു ഓർമ്മയാണ്. പിന്നെയും എൻ്റെ ശ്രദ്ധ ക്ലാസ്സിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ വീണ്ടും അതൊക്കെ പൊക്കിയെടുക്കും. നിറയെ ഗ്ലാസിൻ്റെ ശേഖരമുണ്ട് കേട്ടോ. പണ്ടൊന്നും ഞാനിതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ചെന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, എന്താ അങ്ങനെയെന്ന്. പിന്നെ എനിക്ക് ഇത്രയും വലിയൊരു കണ്ണാടി കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. എന്തായാലും ഇതേപോലെ ഒരെണ്ണം ഈ ആഴ്ച കഴിയുമ്പോൾ ഒരെണ്ണം വാങ്ങാന്നുള്ള തീരുമാനത്തിൽ അവസാനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് എവിടെ വെക്കും? സ്ഥലമില്ലായ്മയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നോക്കിക്കേ, ഇത്രയും വലിയ വലിയ ഷോ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് ആദ്യ കാഴ്ചയിലൊന്നും മനസ്സിലാവാത്ത രീതിയിൽ തന്നെയുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇതിനും അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട്. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ അത് വർത്തിറ്റ് ആയിരിക്കാം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് കുറേ നടന്നു. ഇത് നമ്മുടെ അടുത്തുള്ള ഫൈഡിയിലും ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കുറേ ചെടികൾ. അതിനും ഇത്രയും റേറ്റ് ഒക്കെ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കി ഇത് കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നമുക്കില്ല ഞാവൽപ്പഴം പോലെ ഉണ്ടല്ലേ? ഈ ഒരു ചെടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറേ നട്ട്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു പുതിയ കട വന്നിട്ടുണ്ട് കേട്ടോ. ഈ വലിയ ഷോപ്പിനുള്ളിൽ തന്നെയായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റോറും. അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് നടന്ന കുറേ മിഠായികളൊക്കെ. എനിക്ക് മിഠായികളോട് എല്ലാത്തിനോടും അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ നമ്മുടെ കോപ്പിക്കോയും പിന്നെ നമ്മുടെ നാട്ടിലെ നെക്ലേസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് നമ്മുടെ ആണല്ലോ എന്നൊരു തോട്ടുണ്ട്. എല്ലാ മലയാളികളെ പോലെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാനൊരു കോപ്പിക്കോ എടുത്ത് കയ്യിൽ വെച്ചു. നെക്ലേസ് പിന്നെ ഞാനതവിടെ വിട്ടിരുന്നു. എനിക്ക് കോപ്പിക്കോ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ നേരെ തുണി സെക്ഷനിലേക്കാണ് പോയത്. അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ചെകഞ്ഞതിന് ശേഷം നമ്മൾ ഈ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും എൻ്റെ പോലത്തെ തന്നെ വേറൊരു കളറ് ചൂസ് ചെയ്ത് അങ്ങനെ നമ്മൾ 3 ഡ്രസ്സ് എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണ്ടാത്തതും വേണ്ടുന്നതുമായുള്ള കുറേ സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ വീട്ടിലിടാൻ പാകത്തിനുള്ളതാണ്. പിന്നെ അബായയുടെ കൂടെ സ്റ്റൈൽ ചെയ്യാനായാലും ഇതൊക്കെയാണെന്ന് തോന്നിയത് കൊണ്ടാണ്. പിന്നെ അമ്മ അത് എടുക്കട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും 3 എണ്ണം അവിടുന്ന് തപ്പിപ്പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കയ്യിലിട്ടുള്ള 3 ഡ്രസ്സാണ് നമ്മുടേത്. അതായത് കണ്ടില്ലേ, ഇത് അമ്മയ്ക്ക് വാങ്ങിയതാണ്. അടുത്തത് 2ഉം എനിക്ക് വേണ്ടിയിട്ട്. ആ ഒരു പിങ്ക്, പിന്നെ ഈ ഒരു പിസ്ത ഗ്രീൻ പോലെ ലൈറ്റ്. അപ്പോൾ അത് 3ഉം നമ്മളെടുത്ത് ട്രോളിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ അലുക്കുലത്തെ സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റോറേജ് സ്റ്റാൻഡും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ സമയമായി. കുറേ സാധനമായി, മതി. അങ്ങനെ നമ്മൾ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മുടെ ട്രോളിയായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എന്താണെന്ന് ഏട്ടൻ ഓർക്കുമല്ലോ, അച്ഛനോട് എന്ത് പറയുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. വാങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നമല്ല, എന്തിനാണ് ആവശ്യമില്ലാതെ കുറെ സാധനങ്ങൾ വാങ്ങി ഇവിടെ വെക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമോ എന്നുള്ളതാണ്. അപ്പം എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ സാധനങ്ങളെല്ലാം ഡിക്കിയിലാക്കി തിരിച്ച് പോവാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. താങ്ക് യു.